പ്രതിഫലിപ്പിക്കപ്പെടുന്നത് ഈ കൊള്ള നടത്തുന്നവർക്ക് ഭരണകൂടവും ഭരണകൂടത്തിന് നേതൃത്വം നൽകുന്ന CPM-ന്റെ നേതാക്കന്മാരുമായിട്ടുള്ള പൊക്കിൾക്കൊടി ബന്ധമാണ് അതിലൂടെ എല്ലാം വെളിപ്പെടുന്നത്. അപ്പോൾ ഇതിൽ നിന്നെല്ലാം ഉരുത്തിരിഞ്ഞു വരുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം എന്ന് പറഞ്ഞാൽ CPM-ന്റെ നേതാക്കന്മാർക്കും ഭരണകൂടത്തിൻ്റെ നേതാക്കന്മാർക്കും ഈ കള്ളന്മാരുമായിട്ട് ഏറ്റവും അടുത്ത ആഴത്തിലുള്ള ബന്ധമുണ്ട് എന്നുള്ളതാണ് ഒന്ന്. രണ്ട്, ഈ ബന്ധം പുറത്തു വരാതിരിക്കാൻ വേണ്ടി അവർ SIT-യുടെ മേൽ സമ്മർദ്ദം ചെലുത്തുന്നുണ്ട് എന്നുള്ളത് വ്യക്തം. നമസ്കാരം. ശബരിമല സ്വർണ്ണക്കൊള്ള നമ്മൾ പ്രതീക്ഷിക്കാത്ത തലത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. CPM-ന്റെ പല നേതാക്കൾക്കും ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായിട്ടുള്ള ബന്ധങ്ങൾ പുറത്തു വരുമ്പോൾ UDF കൺവീനർ അടൂർ പ്രകാശും ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായിട്ടുള്ള ബന്ധവും CPM ആരോപിച്ചിരുന്നു. പക്ഷേ ഇന്ന് ഒരു പ്രത്യാരോപണവുമായി അടൂർ പ്രകാശ് രംഗത്തെത്തിയിട്ടുണ്ട്. അദ്ദേഹം പറയുന്നത് ജോൺ ബ്രിട്ടാസ് MP-ക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി അടുത്ത ബന്ധമുണ്ട് എന്നുള്ളൊരു വിവരമാണ് അദ്ദേഹം പുറത്തുവിടുന്നത്. പക്ഷേ നിർഭാഗ്യവശാൽ നമ്മുടെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് അദ്ദേഹം അടൂർ പ്രകാശ് പറഞ്ഞത് തനിക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ബന്ധമൊന്നുമില്ല എന്നുള്ള കാര്യമാണ് പറഞ്ഞതെങ്കിലും ഈ മാധ്യമങ്ങൾ പറഞ്ഞത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ചുള്ള വിശദീകരണം നൽകാൻ അടൂർ പ്രകാശിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ മാധ്യമങ്ങൾ പോലും ഈ വാർത്തകളൊക്കെ വളച്ചൊടിക്കുന്നു. അതോടൊപ്പം തന്നെ പിണറായിയുടെ വലം കൈയായ ജോൺ ബ്രിട്ടാസിനെതിരെ കൃത്യമായിട്ടുള്ള എന്തെങ്കിലും തെളിവുകളില്ലാതെ അടൂർ പ്രകാശ് ആരോപണം ഉന്നയിക്കില്ല എന്നാണ് എൻ്റെ വിശ്വാസം. താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഈ ശബരിമല കൊള്ളയിൽ ഇന്നിപ്പം വന്നിരിക്കുന്ന ഒരു വിഷയം എന്ന് വെച്ചാൽ 140ഓളം ജീപ്പുകൾ പോലീസിന് ബൊലേറോ വാഹനങ്ങൾ സർക്കാർ കൊടുക്കുകയാണ്. അപ്പോൾ 140ഓളം ജീപ്പുകൾ പോലീസിന് സർക്കാർ കൊടുക്കുന്നുണ്ടെങ്കിൽ എന്തിനാണ് ഒരു 15 ലക്ഷം രൂപയുടെ ഒരു ജീപ്പ് ഉണ്ണികൃഷ്ണൻ പോറ്റി വഴി ഭീമ ജ്വല്ലറിയിൽ നിന്ന് പോലീസ് വാങ്ങിച്ചത്? അല്ല, അതിൽ ഞാൻ അസ്വാഭാവികത കാണുന്നില്ല. കാരണം അത് ഇതുപോലൊരു ഭീമ ജ്വല്ലറിയോ അല്ലെങ്കിൽ മറ്റൊരു വ്യക്തിയോ ഒരു സ്ഥാപനമോ ഒരു ജീപ്പ് ഒരു ആംബുലൻസ് സ്പോൺസർ ചെയ്യുമ്പോൾ അതിൽ തെറ്റ് കാണുന്നില്ല. പക്ഷേ ആ ചടങ്ങിൽ മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയായ P ശശിയും ADGP ശ്രീജിത്തും അടക്കമുള്ളവർ വന്നപ്പോൾ കാണുന്നില്ല എന്ന് പറഞ്ഞാൽ അത് തെറ്റ് കാണണം എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം എന്താണെന്ന് ചോദിച്ചാൽ പോലീസിന് ശബരിമലയിലേക്ക് ഒരു 15 ലക്ഷം രൂപയുടെ ആംബുലൻസ് എന്തിനാണ് ഒരു സ്വർണ്ണ കച്ചവടക്കാരൻ കൊടുക്കേണ്ട കാര്യം എന്താ? പോലീസിനാണത് കൊടുക്കുന്നത്. പോലീസിന് ഇപ്പോൾ അതൊരു 150 ലക്ഷം രൂപയുടെ ഒരു ആംബുലൻസ് ആണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം. പോലീസിനെ സംബന്ധിച്ചിടത്തോളം പിച്ചക്കാശാണ് 15 ലക്ഷം എന്ന് പറയുന്നത്. അതെ. അപ്പോൾ 15 ലക്ഷം രൂപയുടെ ഒരു കൂർക്ക ജീപ്പ് ഒരു സ്വർണ്ണ കച്ചവടക്കാരൻ പോലീസിന് സംഭാവന ചെയ്യുന്നു. അതൊന്നാമത്തെ പ്രശ്നം. രണ്ടാമത്തെ പ്രശ്നം, അത് സംഭാവന ചെയ്യുമ്പോൾ അതിനിടയിൽ ഒരു ഇടനിലക്കാരൻ വരുന്നു. അതാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി. ഇപ്പം പോലീസിന് ഇനിയിപ്പോൾ കൊടുക്കണം എന്ന് അതിനുടനെ ഞാൻ യോജിക്കുന്നില്ല. ഇനി കൊടുക്കണമെങ്കിൽ തന്നെ നേരിട്ട് കൊടുത്താൽ പോരെ. കൊടുക്കണം എന്ന് പറയുന്നതിനകത്ത് തന്നെ അസ്വാഭാവികതയുണ്ട്. കാരണം ഈ പോലീസ് എന്ന് പറയുന്ന ക്രമസമാധാന പാലനം ചുമതലയാക്കിയിട്ടുള്ള ഒരു സംവിധാനം എന്നെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും അവർ ഒരു സ്വകാര്യ സംരംഭകൻ്റെ കയ്യിൽ നിന്ന് സംഭാവന വാങ്ങാൻ പാടില്ല എന്നുള്ളതാണ് എൻ്റെ അത് സംബന്ധിച്ചിട്ടുള്ള അഭിപ്രായം. അതിന് വേറെ വേണ്ട വിശദീകരണങ്ങൾ വരാം. കാരണം പോലീസ് എന്ന് പറഞ്ഞാൽ നിഷ്പക്ഷമായി ക്രമസമാധാന പാലന ചുമതലയുള്ള ഒരു സംവിധാനമാണ് പോലീസ്. ആ പോലീസിന് ആവശ്യമായിട്ടുള്ള ഇതുപോലുള്ള വാഹന സൗകര്യങ്ങൾ എത്ര കോടി രൂപയുടെ വേണമെങ്കിലും സർക്കാരിന് വാങ്ങി നൽകാം എന്നിരിക്കെ ഒരു പ്രധാനപ്പെട്ട സ്വർണ്ണ കച്ചവടക്കാരൻ്റെ കയ്യിൽ നിന്ന് ഒരു സംഭാവന വാങ്ങുന്നു എന്ന് പറയുമ്പം അത് ഒരു വീഴ്ചയായിട്ടാണ് ഞാൻ കാണുന്നത്. ഒന്നാമത്തത്. രണ്ടാമത്തത്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അതിനിടയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി വരുന്നു. ഇനിയിപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റി വന്നു എന്ന് തന്നെ ഇരിക്കട്ടെ. ഉണ്ണികൃഷ്ണൻ പോറ്റി വന്നു എന്ന് പറയുമ്പോഴും ആ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് വേണമെങ്കിൽ ഇത് DGP-ക്കോ അല്ലെങ്കിൽ ആഭ്യന്തര സെക്രട്ടറിക്കോ അല്ലെങ്കിൽ ADGP-ക്കോ ഒക്കെ കൊടുക്കാവുന്നതേ ഉള്ളൂ. നിൽക്കാതെ ഓടിക്കൊണ്ടിരിക്കുന്ന കേരളത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭരണഘടനാ തലവനായിട്ടുള്ള മുഖ്യമന്ത്രി തന്നെ വന്ന് ഈ 15 ലക്ഷം രൂപയുടെ ഈ ആംബുലൻസ് താക്കോല് ഒരു ഇടനിലക്കാരൻ ഒരു കള്ളനിൽ നിന്ന് വാങ്ങുന്നു എന്ന് പറയുമ്പോൾ അതിലൂടെയെല്ലാം പ്രതിഫലിപ്പിക്കപ്പെടുന്നത് ഈ കൊള്ള നടത്തുന്നവർക്ക് ഭരണകൂടവും ഭരണകൂടത്തിന് നേതൃത്വം നൽകുന്ന CPM-ന്റെ നേതാക്കന്മാരുമായിട്ടുള്ള പൊക്കിൾക്കൊടി ബന്ധമാണ് അതിലൂടെ എല്ലാം വെളിപ്പെടുന്നത്. ഇപ്പോൾ നമ്മളിപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് കേൾക്കുന്നത് ഇയാൾക്കെതിരെ തിരുവനന്തപുരത്ത് തന്നെ ക്രിമിനൽ കേസ് ഉണ്ടെന്നാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റി. അപ്പോഴും ഞാൻ നമുക്ക് ചർച്ച ചെയ്യേണ്ട മറ്റൊരു വിഷയത്തിൽ നിന്നും മാറിപ്പോ ആരും ചർച്ച ചെയ്തിട്ടില്ലെന്ന് തോന്നുന്നു. കാരണം
ഈ ആംബുലൻസ് കൊടുത്തത് ഭീമ ജുവലേഴ്സാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ് ഇതിന് ഇടനിലക്കാരനായി നിന്നതെന്നും പറയപ്പെടുന്നു. അങ്ങനെയാണെങ്കിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായിട്ടുള്ള ഒരു ശബരിമലയുടെ ബന്ധം സ്വർണം അടിച്ചു മാറ്റിയതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ ഒരു തരത്തിലേക്കുള്ള ഒരു ചർച്ചകൾ എന്തുകൊണ്ടാണ് അവരത്? അല്ല, ഞാൻ പറഞ്ഞ അത് സ്വാഭാവികമാണല്ലോ. ആ ഒരു പേരേ വരുന്നില്ല. അല്ല, ഏത് ഈ ഭീമ ജുവലേഴ്സ് എന്നുള്ള ഭീമ ജ്വല്ലേഴ്സിന്റെ പേര് വന്നിട്ടുണ്ട്. ഭീമ ജ്വല്ലേഴ്സിൽ നിന്നാണ് പിന്നെ ജീപ്പ് മൂർഖ ജീപ്പ് വാങ്ങിയിട്ടുണ്ട്. ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഭീമ ജുവലേഴ്സുമായിട്ടുള്ള ബന്ധം എന്താണ് എന്നുള്ളത് അതിപ്പോ ഇംപ്ലൈഡ് ആണല്ലോ. കാരണം ഭീമ ജ്വല്ലേഴ്സിന് വേണ്ടി ഉണ്ണികൃഷ്ണൻ പോറ്റി താക്കോൽ കൊടുക്കുന്നു എന്ന് പറയുമ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഭീമ ജ്വല്ലറുമായിട്ടുള്ള ബന്ധം ചർച്ച ചെയ്യേണ്ട കാര്യമില്ലല്ലോ. കാരണം ഉണ്ണികൃഷ്ണൻ പോറ്റി ഭീമ ജ്വല്ലറിക്ക് വേണ്ടി മാത്രമാണല്ലോ കൊടുക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായും ഉണ്ണികൃഷ്ണൻ പോറ്റി ഭീമ ജ്വല്ലറിന് വേണ്ടി കൊടുക്കുമ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഭീമ ജ്വല്ലറിയുമായി ബന്ധമുണ്ടെന്നുള്ളത് ഇംപ്ലൈഡ് ആണ്. അത് നമ്മൾ പ്രത്യേകിച്ച് ചർച്ച ചെയ്യേണ്ട കാര്യമില്ല. ഇതിൽ അടിസ്ഥാനപരമായിട്ട് നമ്മൾ ചർച്ച ചെയ്യേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്, ഈ തട്ടിപ്പ് നടത്തിയവരും ഭരണകൂടവും ഭരണകൂടത്തിലെ നേതാക്കന്മാരും അവരുടെ മുൻമന്ത്രിമാരും മുഖ്യമന്ത്രിയും ഒക്കെ ആയിട്ടുള്ളവരുമായിട്ടുള്ള ബന്ധം എന്താണ്? ഇതാണ് നമ്മൾ മെയിനായിട്ട് നമ്മൾ ചർച്ച ചെയ്യേണ്ട ഒരു കാര്യം. അപ്പം അത് വളരെ ആഴത്തിലുള്ളതാണ് എന്ന് തെളിയിക്കുന്ന ഒരുപാട് സംഭവ വികാസങ്ങൾ ഇപ്പോൾ ഇതിനുള്ളിൽ തന്നെ നടന്നിട്ടുണ്ട്. ഒന്ന്, അറസ്റ്റിലായപ്പെട്ടിട്ടുള്ള മിക്കവാറും ഉദ്യോഗസ്ഥന്മാരെല്ലാം CPM-കാരാണ്. അതെ. രണ്ട്, അറസ്റ്റ് ചെയ്ത് 1-1.5 മാസക്കാലമായി ജയിലിൽ കിടക്കുന്ന ഈ വാസുവും ഈ പത്മകുമാറും CPM-ന് ഏറ്റവും വേണ്ടപ്പെട്ടവരാണ്. 10-30-40 വർഷക്കാലമായി CPM-മായി നാഭീനാള ബന്ധമുള്ള 2 പേരാണ് ഏതാണ്ട് 1.5 മാസക്കാലമായി ജയിലിൽ കിടക്കുന്നത്. അവർ ജയിലിൽ കിടക്കുന്ന പറയുമ്പോൾ അവരെക്കുറിച്ചിട്ടുള്ള ആരോപണം എന്ന് പറഞ്ഞാൽ എന്താ? അവർ സ്വർണം ചെമ്പാക്കി ശബരിമലയിൽ നിന്ന് പുറത്തേക്ക് ഈ 1-ാം പ്രതിയായിട്ടുള്ള ഇയാൾക്ക് കൊടുത്തുവിടാൻ വേണ്ടിയിട്ടുള്ള ഗൂഢാലോചന നടത്തി എന്ന് റിമാൻഡ് റിപ്പോർട്ടിലും കസ്റ്റഡി അപേക്ഷയിലും പറഞ്ഞ കുറ്റം ചുമത്തപ്പെട്ടിട്ടാണ് 2 പേര് ഇരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ശബരിമല അയ്യപ്പൻ്റെ സ്വർണം കട്ടതുമായി ബന്ധപ്പെട്ടുള്ള ഗൂഢാലോചന കേസിൽ 2 പേര് അകത്ത് കിടക്കുന്നു. അവർ CPM-മായി ഏറ്റവും അടുത്ത ബന്ധമുള്ള 2 പേർ. അതാണ് ഒന്നാമത്തെ. രണ്ടാമത്തെ പ്രധാനപ്പെട്ട പ്രശ്നം എന്താ? ഇങ്ങനെ അകത്ത് കിടക്കുന്ന 1.5 മാസക്കാലമായി അകത്ത് കിടക്കുന്ന ഇവർക്കെതിരെ ഗുരുതരമായിട്ടുള്ള കുറ്റങ്ങൾ പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ കസ്റ്റഡി അപേക്ഷയിലും റിമാൻഡ് റിപ്പോർട്ടിലുമൊക്കെ വന്നിട്ട് പോലും അവർക്കെതിരെ പാർട്ടി ഇതുവരെ അച്ചടക്ക നടപടി എടുക്കാൻ തയ്യാറാവുന്നില്ല എന്നുള്ളത് ഇവരുമായി CPM-നുള്ള ബന്ധം വെളിവാക്കുന്നില്ല, ബന്ധം അരക്കിട്ട് ഉറപ്പിക്കുകയാണ് ചെയ്യുന്നത്. കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സ്വർണം ചെമ്പാക്കി പുറത്തേക്ക് കൊടുത്തുവിട്ട ആ ഒരു പ്രക്രിയയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ശബരിമലയ്ക്കും ദേവസ്വം ബോർഡിനും അന്യായമായിട്ടുള്ള ഒരുപാട് നഷ്ടങ്ങൾ ഉണ്ടാക്കാനും പ്രതികൾക്ക് സാമ്പത്തിക ലാഭം ഉണ്ടാക്കുന്നതുമായിട്ടുള്ള പ്രവർത്തനങ്ങളിലെ ഗൂഢാലോചനയിൽ പങ്കാളിയായി എന്നുള്ളതാണ് വാസുവിനും കുറ്റം. അപ്പം ഈ നഷ്ടമുണ്ടാക്കുന്നതിന്, ഈ കൊള്ള നടത്തുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഗൂഢാലോചനയിൽ പങ്കാളിയായി എന്ന് ഹൈക്കോടതി നിയമിച്ച ഒരു പ്രത്യേക അന്വേഷണ സംഘം അവർ കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടുകളിലൊക്കെ ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ എഴുതി വച്ചിട്ടും അവർക്കെതിരെ ഇപ്പോഴും നടപടിയെടുക്കുന്നില്ല എന്ന് വന്നാൽ അത് അവർക്ക് ഈ കൊള്ളയിലുള്ള ബന്ധം, CPM-നുള്ള ബന്ധം, അല്ലെങ്കിൽ അതിൻ്റെ ഉന്നത നേതാക്കന്മാർക്കുള്ള ബന്ധം എന്നൊക്കെ ഉള്ളത് വളരെ 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 ക്ലിയർ അല്ലേ? ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം കടകംപള്ളി സുരേന്ദ്രനുമായി ബന്ധപ്പെട്ടിട്ടാണ്. കടകംപള്ളി സുരേന്ദ്രനെ രഹസ്യമായി SIT അന്വേഷണം ചോദ്യം ചെയ്തു. കടകംപള്ളി സുരേന്ദ്രൻ എന്തിനാണ് രഹസ്യമായി ചോദ്യം ചെയ്യുന്നതെന്നുള്ളത് ഒരു വിഷയമായിട്ട് നമ്മൾ ചർച്ച ചെയ്തു. നമ്മളതിനകത്ത് ചോദിക്കേണ്ട ഒരു ചോദ്യം, എന്തുകൊണ്ട് കടകംപള്ളി സുരേന്ദ്രനെ രഹസ്യാത്മകമായി ചോദ്യം ചെയ്തു എന്ന് പറയുമ്പോൾ, കടകംപള്ളി സുരേന്ദ്രനെ പരസ്യമായി ചോദ്യം ചെയ്യുന്നതിൽ എതിർപ്പുള്ളവർ ഉണ്ട് എന്നുള്ളത് കൊണ്ടാണല്ലോ രഹസ്യാത്മകമായിട്ട് ചോദ്യം ചെയ്തത്. അല്ലെ, പരസ്യമായിട്ട് ചോദ്യം ചെയ്യാറുണ്ടല്ലോ. അപ്പോൾ കടകംപള്ളി സുരേന്ദ്രനെ പരസ്യമായി ചോദ്യം ചെയ്യരുത്, രഹസ്യമായി ചോദ്യം ചെയ്യണം എന്ന് പറഞ്ഞവരാരാ? അവർ CPM-ഉം ഭരണ നേതൃത്വമാണെന്നുള്ളത് ക്ലിയർ അല്ലേ? ക്ലിയറാണ്. രണ്ടാമത്തെ കാര്യം, കടകംപള്ളി സുരേന്ദ്രനെ ഇതിനകത്ത് നിന്ന് ഊരിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളുണ്ടെന്നുള്ളത് വളരെ പ്രധാനമാണ്. കാരണം കടകംപള്ളി സുരേന്ദ്രനെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരുപാട് കാരണങ്ങളുണ്ട്, എന്നിട്ട് അറസ്റ്റ് ചെയ്യപ്പെടുന്നില്ല. അപ്പോൾ അവിടെയും CPM-നുള്ള താല്പര്യം
ഉണ്ട്. അല്ലല്ല, ഈ കടകംപള്ളിയുടേത് മാത്രമല്ല, ഈ ഇപ്പോൾ അവസാനത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റായിരുന്ന പ്രശാന്ത്, PS പ്രശാന്തിൻ്റെ കാലത്ത് കൃത്യമായിട്ട് അവിടെ ലംഘനം നടന്നു എന്നുള്ളത്. കാരണം അവിടെ ഈ സ്വർണ്ണപ്പാളികളൊക്കെ അവിടെ ദേവസ്വം മാനുവലിൽ നിന്ന് വ്യത്യസ്തമായിട്ട് പ്രശാന്തിൻ്റെ അനുമതിയോടുകൂടി അല്ലെങ്കിൽ ആണ് ഇത് പുറത്തു കൊണ്ടുപോയിട്ടുള്ളത്. അയാളെക്കുറിച്ച് ഇടക്കാല റിപ്പോർട്ടിൽ SIT സമർപ്പിച്ചപ്പോൾ കോടതിയുടെ കൃത്യമായിട്ടുള്ള പരാമർശങ്ങളും ഉണ്ടായി. പക്ഷേ എന്തുകൊണ്ടാണ് പ്രശാന്തിനെ അറസ്റ്റ് ചെയ്യാനോ ചോദ്യം ചെയ്യാൻ അദ്ദേഹത്തെ ചോദ്യം ചെയ്തത് പോലും വളരെ രഹസ്യമായിട്ടാണ്, കടകംപള്ളിയെ ചോദ്യം ചെയ്തതുപോലെയാണ്. അപ്പോൾ പ്രശാന്തിനെ എന്തുകൊണ്ടാണ് ചോദ്യം ചെയ്യാത്തത് എന്നുള്ളൊരു ചോദ്യം ഇവിടെ നിൽക്കുന്നുണ്ട്. അത് മാത്രമല്ല, മാധ്യമങ്ങളിലൂടെ ഇപ്പോൾ അറിയുന്നത് പ്രശാന്തിനെ അടുത്ത ആഴ്ച ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചേക്കും, അതായത് പ്രശാന്തിൻ്റെ സൗകര്യം കൂടി അനുസരിച്ച് SIT ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചേക്കും എന്നുള്ള തരത്തിലൊക്കെയാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. പക്ഷേ മാധ്യമങ്ങളുടെ ഒരു വാദം നമ്മൾ മുഖവിലേക്ക് എടുക്കേണ്ടതില്ലെങ്കിൽ പോലും പ്രശാന്തിൻ്റെ ഒരു ചോദ്യം ചെയ്യലോ അറസ്റ്റോ മൊഴിയെടുക്കോ ഇതൊന്നും നടക്കുന്നില്ല എന്നുള്ളതാണ്. അല്ല, പ്രശാന്തിൻ്റെ നടക്കുന്നില്ല. അതുപോലെ തന്നെ KP ശങ്കരദാസിനെ അറസ്റ്റ് ചെയ്യുന്നില്ല. അതെ. അപ്പോൾ ഇതിൽ നിന്നൊക്കെ വരുന്നത് എന്താണ്? ഇതിൽ നിന്നൊക്കെ വരുന്നത് ഇതുമായി CPM-ന് ബന്ധം, ആ ബന്ധം മറച്ചു വെക്കാൻ CPM-ഉം ഭരണ നേതൃത്വവും നടത്തുന്ന നാണം കെട്ട ശ്രമങ്ങൾ, അതാണ് ഇതിനകത്തൂടെ പുറത്തു വരുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം. അപ്പോൾ അതാണ് രണ്ടാമത്തെ വിഷയം. ഒന്നെന്ന് പറയുന്നത് ഈ പത്മകുമാറിനെ പുറത്താക്കുന്നില്ല. രണ്ട്, കടകംപള്ളിയെയും PS പ്രശാന്തിനെ ഉൾപ്പെടെ ശങ്കരദാസിനെ ഉൾപ്പെടെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നു. മൂന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമാണ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറഞ്ഞിട്ടുള്ള ഈ ആനക്കള്ളൻ ഇടനിലക്കാരനായി നിന്ന് പങ്കെടുത്ത ഒരു ചടങ്ങിൽ കേരളത്തിൻ്റെ ഭരണഘടനാ തലവൻ മുഖ്യമന്ത്രിയായിട്ടുള്ള പിണറായി വിജയൻ എന്തിന് പങ്കെടുത്തു എന്നുള്ളത്. ഇത് വളരെ ഗുരുതരമായിട്ടുള്ളൊരു വിഷയമാണ്. ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു ഗൗരവം കണ്ട് ഇത് അവതരിപ്പിക്കാൻ ഇവിടുത്തെ പ്രതിപക്ഷത്തിനൊന്നും കഴിയുന്നില്ല എന്നുള്ളത് ഏറ്റവും ഗതികെട്ടൊരു വസ്തുതയാണത്. കാരണം നല്ലൊരു പ്രതിപക്ഷം ഉണ്ടായിരുന്നെങ്കിൽ ഈ വിഷയത്തിൽ മന്ത്രിസഭ തന്നെ രാജിവെച്ച് പോയേനെ. കാരണം എന്താ, ഏതോ ഒരു 15 ലക്ഷം രൂപയുടെ ജീപ്പ്, ആ 15 ലക്ഷം രൂപയുടെ ജീപ്പ് കൊണ്ടുവരുമ്പോഴത്തേക്കും മുഖ്യമന്ത്രി ചോദിക്കേണ്ടത് എന്താ? മുഖ്യമന്ത്രി ചോദിക്കേണ്ടത്, ശരി, ജീപ്പ് സംഭാവന തരാനായിട്ട് തീരുമാനിച്ചു, ആ സംഭാവന അവർ നേരിട്ട് തന്നാൽ പോരെ? അതിനെന്തിനാണ് അതിൻ്റെ ഇടയിൽ ഒരാൾ? ഇയാൾ ആരാണ്? ഇയാൾക്ക് എന്താണ് ഇതിനകത്ത് റോള്? അവരല്ലേ തരുന്നത്, അവർ നേരിട്ട് തന്നാൽ പോരെ. ഒന്ന്. രണ്ട്, അയാൾക്ക് ചോദിക്കാവുന്ന വേറൊരു ചോദ്യം ഉണ്ടായിരുന്നു, എന്തിനാണ് ഞാൻ ഈ ചെറിയ ചള്ളു പരിപാടികൾക്കൊക്കെ വരുന്നത്? ഞാൻ ഇവിടുത്തെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയല്ലേ, ഞാൻ വലിയ പരിപാടികൾക്കല്ലേ പോകുന്നത്. ഇത് 15 ലക്ഷം രൂപയുടെ ജീപ്പല്ലേ, ഒന്നുകിൽ ആഭ്യന്തര സെക്രട്ടറിയോ അല്ലെങ്കിൽ DGP-യോ അല്ലെങ്കിൽ ADGP-യോ ആരെങ്കിലും പോയിട്ട് ഇത് മേടിച്ചാൽ പോരെ എന്ന് മുഖ്യമന്ത്രിക്ക് ചോദിക്കാവുന്നത്. ഈ ചോദ്യങ്ങളൊന്നും ചോദിക്കാതെ തിരുവനന്തപുരത്തുള്ള ക്രിമിനൽ കേസിൽ പോലും പ്രതിയാണെന്ന് ഇപ്പം നമ്മൾ അറിയുന്ന ഇയാൾ പങ്കെടുത്ത യോഗത്തിൽ മുഖ്യമന്ത്രി പങ്കെടുക്കുന്നു എന്ന് മാത്രമല്ല, മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയും അവിടെ സാന്നിധ്യമുണ്ട്. അപ്പം മൂന്നാമത്തെ പ്രധാനപ്പെട്ട പ്രശ്നം എന്താ? കേരളത്തിൻ്റെ ഭരണഘടനാ തലവനായിട്ടുള്ള മുഖ്യമന്ത്രി പോലും ഈ ആനക്കള്ളൻ ഒരു പരിപാടിയിൽ വരുമ്പോൾ അയാൾ ആരാണെന്നും എന്താണെന്നും എന്തിനാണത് ചെയ്യുന്നതെന്നും ചോദിക്കാതെ നേരിട്ട് പോയി ചടങ്ങിൽ പങ്കെടുക്കുന്നു. അപ്പോൾ ഇതെല്ലാം കൂടെ വെച്ച് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് ഈ കൊള്ള നടത്തിയവരുമായി ഭരണകൂടത്തിനും CPM-ൻ്റെ നേതാക്കന്മാർക്കും ഒക്കെ നല്ലപോലെ ബന്ധമുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നമ്മളിതിനു മുമ്പ് പലപ്പോഴും ചർച്ച ചെയ്തൊരു കാര്യമുണ്ട്. ഇത് കഴിഞ്ഞ കുറേ വർഷങ്ങളായി ശബരിമലയിൽ നടക്കുക. ശബരിമലയിലെ സ്പെഷ്യൽ ഓഫീസറാണ് ശ്രീജിത്ത് എന്ന് പറഞ്ഞ ആൾ. അയാൾക്ക് പൊന്നാട എണീക്കുകയാണ്, അതിനെക്കുറിച്ച് അന്വേഷിക്കുന്നില്ല. ഇപ്പോൾ കേൾക്കുന്നതെന്ന് പറഞ്ഞാൽ ഫോൺ സംഭാഷണം, ഇവർ തമ്മിൽ ഫോൺ സംഭാഷണം ഉണ്ടെന്നുള്ള തെളിവ് പോലും SIT എടുത്ത് കിട്ടിയെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. SIT ആ നിലയിൽ അന്വേഷണമായിട്ട് മുന്നോട്ട് പോകുന്നില്ല എന്ന് മാത്രമല്ല, ഏറ്റവും പുതുതായിട്ട് നമ്മൾ കേട്ടതെന്നാണ് 2 CIമാരെയോ SIമാരെയോ മറ്റോ CPM-ൻ്റെ കടുത്ത CPM നേതാക്കന്മാരായിട്ടുള്ള 2 പേരെ ഇതിനകത്തേക്ക് തള്ളിക്കയറ്റിയിരിക്കുന്നു. അപ്പോൾ ഇതിൽ നിന്നെല്ലാം ഉരുത്തിരിഞ്ഞ് വരുന്നൊരു പ്രധാനപ്പെട്ട വിഷയം എന്ന് പറഞ്ഞാൽ CPM-ൻ്റെ നേതാക്കന്മാർക്കും ഭരണകൂടത്തിൻ്റെ നേതാക്കന്മാർക്കും ഈ കള്ളന്മാരുമായിട്ട് ഏറ്റവും അടുത്ത ആഴത്തിലുള്ള ബന്ധമുണ്ട് എന്നുള്ളതാണ് ഒന്ന്. രണ്ട്, ഈ ബന്ധം പുറത്തു വരാതിരിക്കാൻ വേണ്ടി അവർ SIT-യുടെ മേൽ സമ്മർദ്ദം ചെലുത്തുന്നുണ്ട് എന്നുള്ളത് വ്യക്തം. അതിൻ്റെ കാരണമാണ് ഈ KP ശങ്കരദാസിനെ അറസ്റ്റ് ചെയ്യാത്തത്, അല്ലെങ്കിൽ PS പ്രശാന്തിനെ ചോദ്യം ചെയ്യാത്തത്, കടകംപള്ളി സുരേന്ദ്രനെ അറസ്റ്റ് ചെയ്യാത്തത്, ശ്രീജിത്തിനെ ചോദ്യം ചെയ്യാത്തത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം അതിൻ്റെ തെളിവുകളാണ്. രണ്ടാമത്. മൂന്നാമത്തെ കാര്യം, എന്തിനാണ് CPM നേതാക്കന്മാരായിട്ടുള്ള 2 SIമാരെ ഇതിനകത്തോട്ട് തള്ളിക്കയറ്റേണ്ട കാര്യം എന്താ?
കാരണം രാജ്യ രാമാനം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, നാഴിക നാപ്പോട്ടം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾ ഇതിനകത്ത് ഇടപെടില്ല, ഇത് വളരെ സുത്യർഹമായി അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്, ഏത് അന്വേഷണത്തിലൂടെ ഞങ്ങൾക്ക് എതിർപ്പില്ല എന്ന് പറയുന്നവർ 2 CPM-ൻ്റെ സംഘടനാ നേതാക്കന്മാരെ ഇതിനകത്തോട് തള്ളിക്കയറുന്നതിനാണ്. അതൊരു വശം. മറുവശത്ത് ഈ സ്വാധീന ശ്രമങ്ങൾക്കെല്ലാം SIT വഴിപ്പെടുന്നു എന്നുള്ളതും ഇവർ തമ്മിലുള്ള ബന്ധത്തിൻ്റെ വേറൊരു തെളിവാണ്. കാരണം SITക്ക് അറിയാൻ മേലെന്നിട്ടാണോ ഈ വന്നവർക്ക് CPM ബന്ധം ഇല്ലെന്ന്? അവർക്ക് കൃത്യമായിട്ട് അറിയാവുന്നില്ല. കാരണം അവർ പച്ചപ്പരസ്യമായിട്ട് CPM-ൻ്റെ പോലീസ് ഓഫീസർമാരുടെ സംഘടനയുടെ ഭാരവാഹികളായിരുന്നു. അതിലേതോ ഒരുത്തൻ എന്തോ ഒരു ക്രിമിനൽ കേസിൽ പ്രതിയാണെന്ന് വരെ പറയുന്നു. അപ്പോൾ സ്വാഭാവികമായും SIT അതിനെ എതിർക്കണ്ടേ? ഇതിനു മുമ്പ് കുറച്ച് 2-3 ആഴ്ചകൾക്ക് മുമ്പ് ഏതോ കേസിൽ പ്രതിയായിട്ടുള്ള ഒരാൾ ഇതിനകത്ത് പങ്കെടുത്തു എന്ന് പറഞ്ഞിട്ട് അയാളെ ഒഴിവാക്കിയതാണ് SIT. ആ SIT ഇവർ പോലീസിൻ്റെ CPM-ൻ്റെ സംഘടനയിൽപ്പെട്ടവരാണെന്ന് അറിഞ്ഞിട്ടും അവരെ ശുപാർശ ചെയ്തു. അതോടൊപ്പം തന്നെയാണ് ഇതിൽ നിന്നെല്ലാം ഉയർന്നു വരുന്ന നിഗമനം എന്ന് പറയുന്നത്, എങ്ങനെ നോക്കിയാലും ഈ കൊള്ളയുമായി CPM-ൻ്റെ ആളുകൾക്കും ഭരണകൂടത്തിൻ്റെ ഉന്നത തലങ്ങളിൽ ഇരിക്കുന്നവർക്കും വലിയ തരത്തിലുള്ള ബന്ധമുണ്ട് എന്നുള്ളത്. ഇതിൻ്റെ പുതിയ തെളിവാണ് ഇപ്പോൾ അടൂർ പ്രകാശ് പറഞ്ഞത്. അതേക്കുറിച്ചാണ് ഞാൻ ചോദിക്കാൻ വന്നത്. അടൂർ പ്രകാശ് എന്താ പറഞ്ഞിരിക്കുന്നത്? അടൂർ പ്രകാശ് പറഞ്ഞിരിക്കുന്നത് ജോൺ ബ്രിട്ടാസ്, അതിൽ പറയാതെ പറഞ്ഞിരിക്കുന്നത് ജോൺ ബ്രിട്ടാസുമായിട്ടുള്ള ഫോൺ സംഭാഷണം പരിശോധിക്കണം. ഇതാണല്ലോ പറഞ്ഞിരിക്കുന്നത്. ഇത് വളരെ ഗൗരവതരമായിട്ടുള്ളൊരു കാര്യമല്ലേ? കാരണം എന്താ, ഈ ജോൺ ബ്രിട്ടാസ് എന്ന് പറഞ്ഞാൽ സാധാരണ MP ആണ്. ഇപ്പം ഉണ്ണികൃഷ്ണൻ പോറ്റിയും റഹീമും തമ്മിലുള്ള ഫോൺ സംഭാഷണം പരിശോധിക്കണമെന്ന് പറഞ്ഞാൽ അതിന് വലിയ വിലയൊന്നും കിട്ടില്ലായിരുന്നു. കാരണം അയാൾ CPM-ൻ്റെ പല MP-മാരിലും ഒരു MP. പക്ഷേ ജോൺ ബ്രിട്ടാസ് അതാണോ? ജോൺ ബ്രിട്ടാസിൻ്റെ പ്രത്യേകത എന്താണ്? പിണറായി വിജയൻ്റെ ഏറ്റവും അടുത്ത ആള്. അയാളെ ഏഷ്യാനെറ്റിൻ്റെ ഉന്നത തലത്തിലേക്ക് പോലും പിണറായി വിജയൻ വിട്ടതാണ്. 1ാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് പിണറായി വിജയൻ്റെ മീഡിയ അഡ്വൈസറായിരുന്നു അയാൾ. ആ സമയത്തും കൈരളി ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. എന്നിട്ട് പല സീനിയറായിട്ടുള്ള ആളുകളെയും മറികടന്നിട്ടാണ് അയാളെ രാജ്യസഭയിലേക്ക് വെച്ചത്. എന്ന് മാത്രമല്ല, പിണറായി വിജയൻ്റെ BJP-യുമായിട്ടുള്ള ബന്ധത്തിലെ പാലമാണ് അയാൾ എന്ന് നിയമസഭയിൽ പറഞ്ഞത് ധർമ്മേന്ദ്ര പ്രധാൻ എന്ന് പറഞ്ഞ BJP-യുടെ മന്ത്രിയാണ്. PM ശ്രീയുടെ വിഷയത്തിൽ പോലും CPM-നും BJP-ക്കും ഇടയ്ക്ക് പാലമായി നിന്നയാളാണ് ജോൺ ബ്രിട്ടാസ് എന്നാണ് കേന്ദ്രമന്ത്രി തന്നെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ പിണറായി വിജയൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അടുത്തയാൾ, പിണറായി വിജയൻ്റെ മാധ്യമ ഉപദേഷ്ടാവായിരുന്ന ആൾ, പിണറായി വിജയന് വേണ്ടി ഡൽഹിയിൽ BJP-യുമായിട്ട് പാലമുണ്ടാക്കുന്ന ആൾ, അയാൾക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി അടുത്ത ബന്ധമുണ്ട് എന്ന് MP-യും UDF-ൻ്റെ കൺവീനറുമായിട്ടുള്ള ഒരാൾ പരസ്യമായി പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ക്ലിയറാണ് കാര്യങ്ങൾ. മാത്രമല്ല, നയതന്ത്ര 1ാം പിണറായി സർക്കാരിന്റെ കാലത്തുണ്ടായ നയതന്ത്ര ചാനലിലൂടെയുള്ള സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് ഈ നയതന്ത്ര ചാനൽ വഴി പോലും പല പാഴ്സലുകളും പോയിട്ടുണ്ടെന്നാണ് അറിയുന്നത്. അത് സ്വാഭാവികമാണ്. എന്നുവെച്ചാൽ ഇതെല്ലാം എത്തിക്കുന്നത് CPM-ൻ്റെ ഉന്നത നേതാക്കന്മാരും ഭരണത്തിൻ്റെ ഉന്നത നേതാക്കന്മാരും പിണറായി ഉൾപ്പെടെയുള്ള ആളുകൾക്ക് ഈ പറഞ്ഞ കള്ളക്കൂട്ടങ്ങളുമായിട്ടുള്ള ബന്ധമാണ്. യഥാർത്ഥത്തിൽ ആത്മാർത്ഥമായിട്ടുള്ള അന്വേഷണം ആയിരുന്നെങ്കിൽ P. ശശിയുടെ ഉൾപ്പെടെ ഫോൺ കോളുകൾ അന്വേഷിക്കേണ്ടതാണ്. ശ്രീജിത്തിൻ്റെ ഫോൺ 2.5 മാസക്കാലമായിട്ട് അന്വേഷിച്ചിട്ടില്ല. അപ്പോൾ ഇതിൽ നിന്നൊക്കെ തെളിഞ്ഞു വരുന്നത്, ഓരോ ദിവസം കഴിഞ്ഞോളും തെളിഞ്ഞു വരുന്നത്, ഈ കൊള്ളയിൽ CPM-നുള്ള ഏറ്റവും ആഴത്തിലുള്ള മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾക്ക്, അല്ലെ അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ ഉൾപ്പെടെയുള്ളവർക്കുള്ള നാഭീനാള ബന്ധമാണ് ഓരോ ദിവസം കഴിയുമ്പോഴും തെളിഞ്ഞു വരുന്നത്. ഇതിങ്ങനെ തെളിഞ്ഞു വരുമ്പോഴാണ് ഇത് പാവപ്പെട്ട സോണിയാഗാന്ധി അവരുടെ തലവെക്കാതെ എനിക്ക് മനസ്സിലാവുന്നില്ല. അവരെ പോയി കണ്ടു, ഒരു ഫോട്ടോ എടുത്തു, ഈ വിവാദമാകുന്നത് എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. കാരണം എന്താണ്, ഒരു അധികാരവും ഇല്ലാത്തൊരു സ്ത്രീയാണ് അവർ. അവർക്ക് സുരക്ഷ എന്നൊക്കെ പറഞ്ഞ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ സ്വാഭാവികമായി അവർക്ക് കൊടുക്കുന്ന സുരക്ഷയാണ്. അവർക്ക് ഒരു അധികാരവുമില്ല. അവരെ പോയി ഉണ്ണികൃഷ്ണൻ പോറ്റി കണ്ടിട്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് എന്ത് നേടാനാണെന്നുള്ളതാണ് എനിക്ക് മനസ്സിലാവുന്നത്. കാരണം കേന്ദ്രത്തിൽ അവർക്ക് അധികാരമില്ല, അവർക്ക് സംസ്ഥാനത്തും അധികാരം. അതൊരു പക്ഷേ അദ്ദേഹത്തിന് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഇതുപോലെ പ്രമുഖരുമായിട്ടുള്ള ഫോട്ടോയൊക്കെ എടുത്തിട്ട് അത് അയാളുടെ ഒരു കച്ചവട താല്പര്യത്തിന് വേണ്ടി ഉപയോഗിക്കാനായിരിക്കണം. അല്ലാതെ അവരെ കൊണ്ട് എന്ത് കഴിയും? ഇനി മറുഭാഗത്ത് ഞാനതിനകത്ത് ശരിക്കും അടൂർ പ്രകാശിനെ ഞാൻ സംശയിക്കുന്നില്ല. കാരണം ഇയാളെ കള്ളനാണെന്നുള്ള അടൂർ പ്രകാശിനെ അറിയില്ല. ഇയാൾ ശബരിമലയിൽ എന്തോ വലിയ ആളാണ് എന്നുള്ള നിലയിൽ ശബരിമല കൂടി കിടക്കുന്ന പ്രദേശത്തെ MLA-യും പിന്നീട് ആറ്റിങ്ങൽ MP ഒക്കെ ആയിരുന്ന ആൾ ഇങ്ങനെ വരുമ്പോൾ ഒന്ന് ചെല്ലാവോ എന്ന് ചോദിച്ചാൽ അതാരാണ് ചെല്ലാത്തത്? CPM-ൻ്റെ MLA-മാർ ചെന്നിട്ടില്ലേ? CPM-ൻ്റെ MP-മാർ ചെന്നിട്ടില്ലേ? അപ്പോൾ CPM-ൻ്റെ MLA-മാർ പിന്നെ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ എത്ര സ്വകാര്യ ചടങ്ങുകളിൽ ഒരു പങ്കെടുത്തിട്ടുണ്ട്. മന്ത്രി ഉൾപ്പെടെ എത്രയോ പേര് പങ്കെടുത്തിട്ടുണ്ട്, ഫോട്ടോ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ കോൺഗ്രസിൻ്റെ ആളുകളും സോണിയാഗാന്ധിയൊക്കെ ആയിട്ടുള്ള സ്ഥാനത്തിലേക്ക്
വഴിതിരിച്ച് വിടുന്നത് ഒരു വൃഥാശ്രമമാണ്. ഇനി അങ്ങനെ വിടാനാണെങ്കിൽ ഏതോ കോൺഗ്രസ് നേതാക്കന്മാർ പറഞ്ഞ പോലെ ആദ്യം ചോദ്യം ചെയ്യേണ്ടത് പിണറായി വിജയനല്ലേ. കാരണം പിണറായി വിജയൻ ഒരു ഫോട്ടോയിൽ പങ്കെടുക്കുകയല്ലോ ചെയ്തത്, ഇയാൾ പങ്കെടുത്തൊരു ചടങ്ങിൽ പങ്കെടുക്കുകയല്ലേ പിണറായി വിജയൻ ചെയ്തത്. ആ ചടങ്ങിലാണെങ്കിൽ അയാൾക്കൊരു റോളും ഇല്ല. കാരണം ഭീമയാണ് കൊടുക്കുന്നത്, അവിടെ ഇയാൾക്കൊരു റോളും ഇല്ല. അപ്പോൾ ഇയാൾക്ക് റോളും ഇല്ലാത്തൊരു പരിപാടിയിൽ പോയി പങ്കെടുക്കുകയും അതിൻ്റെ ഫോട്ടോ എടുക്കുകയും അതിൻ്റെ പൊളിറ്റിക്കൽ സെക്രട്ടറി പിന്നെ ഷെയ്ഖാനൊക്കെ കൊടുത്തിട്ട് പോയി കഴിഞ്ഞാൽ അങ്ങനെ ചോദ്യം ചെയ്യാനാണെങ്കിൽ ആദ്യം SIT ചോദ്യം ചെയ്യേണ്ടത് കേരള മുഖ്യമന്ത്രിയാണ്. മനസ്സിലായി? അപ്പോൾ SITയുടെ ഭാഗത്തു നിന്ന് പ്രശ്നങ്ങളുണ്ട്. ഇപ്പോൾ SIT വിളിച്ചാണോ ഇല്ലോ എന്നുള്ളതൊന്നും നമുക്കറിയില്ല. അവർ നോട്ടീസ് കൊടുത്തായിട്ട് നമുക്കറിയില്ല. അടൂർ പ്രകാശ് അല്ല, അടൂർ പ്രകാശ് പറയുന്നത് അദ്ദേഹത്തിന് നോട്ടീസ് കൊടുത്തു കഴിഞ്ഞാൽ അദ്ദേഹം കൃത്യമായി മാധ്യമങ്ങളുടെ മുന്നിൽ പറയാമെന്നുള്ളതാണ്. നമുക്ക് തന്നെ ആലോചിക്കാവുന്നതേ ഉള്ളൂ. അദ്ദേഹത്തിന് യാതൊരു അധികാരവും ഇല്ലാതെ ഇരിക്കുന്ന ഒരാൾ അദ്ദേഹം ഒരു MP മാത്രമാണ്. അല്ല, പക്ഷേ അദ്ദേഹത്തിന് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഇപ്പൊ ശബരിമലയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു കാര്യം അടൂർ പ്രകാശിന് നടത്താൻ കഴിയുമെന്ന് നമ്മൾ വിചാരിക്കുന്നില്ല. അല്ല, ഇപ്പൊ നമ്മൾ ലേറ്റസ്റ്റ് ആയിട്ട് മനസ്സിലാക്കുന്ന പറഞ്ഞാൽ അയാൾക്ക് നോട്ടീസ് പോലും കൊടുത്തിട്ടില്ല. അതെ അതെ, സ്വാഭാവികമായും അയാൾക്ക് നോട്ടീസ് പോലും കൊടുത്തിട്ടില്ല എന്ന് പറയുന്നിടത്ത് അയാളെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുന്നുള്ള വാർത്ത തന്നെ എങ്ങനെയാണ് പുറത്തു വന്നത്? അല്ല, അത് അപ്പോൾ അവിടെയുള്ള പ്രശ്നം എന്താണ്? അങ്ങനെ വാർത്ത പുറത്തു വന്നിട്ടുണ്ടെങ്കിൽ SIT അത് നിഷേധിക്കണ്ടേ? ഞങ്ങൾ ചോദ്യം ചെയ്യാൻ വിളിച്ചിട്ടില്ല എന്ന് SIT ഒരു പത്രക്കുറിപ്പ് ഇറക്കുന്നില്ല. അപ്പോൾ SIT യഥാർത്ഥത്തിൽ ഭരണകൂടത്തിൻ്റെ ഒരു ചട്ടുകം എന്നുള്ള നിലയിലേക്ക് അധപ്പതിച്ചു എന്ന് നമ്മൾ പറയേണ്ടി വരും. അതുകൊണ്ടാണ് നമ്മൾ 5-ാം തീയതി 7-ാം തീയതി വരാൻ പോകുന്ന ഹൈക്കോടതിയുടെ വിധിന്യായം വളരെ ആശങ്കയോടുകൂടി നമ്മൾ നോക്കിയിരിക്കുന്നത്. ഈ പരാജയം കണ്ടുകൊണ്ട് ഇത് വേറൊരു ഏജൻസിക്ക് ഹൈക്കോടതി മാറ്റുമോ ഇല്ലയോ എന്നുള്ളതാണ് നമ്മളിപ്പം പിന്നെ വളരെ ശ്വാസമടക്കി പിടിച്ച് നമ്മൾ കാത്തിരിക്കുന്നത്. തീർച്ചയായും ഈ അടൂർ പ്രകാശിൻ്റെ ഈ ഒരു ആരോപണം, അതായത് ജോൺ ബ്രിട്ടാസിന് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി അടുത്ത ബന്ധമുണ്ട് എന്നുള്ള ഒരു ആരോപണം വളരെ ഗുരുതരമുള്ള കാര്യം തന്നെയാണ്. അതുപോലെ തന്നെയാണ് നയതന്ത്ര ചാനലിലൂടെ UAE-യുടെ നയതന്ത്ര ചാനലിലൂടെ പാഴ്സലുകൾ കടന്നു പോയിട്ടുണ്ടെന്നുള്ള വാർത്തകളൊക്കെ പുറത്തു വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ എങ്ങനെയെങ്കിലും ഈ ഒരു കേസിൻ്റെ അന്വേഷണം അവസാനിപ്പിക്കാനുള്ള ഒരു സമ്മർദ്ദത്തിലായിരിക്കണം SIT. കാരണം പിണറായി വിജയൻ്റെ കീഴിലാണ് ഈ SIT ഉദ്യോഗസ്ഥരെല്ലാവരും വരുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് ഒരു കാര്യക്ഷമമായിട്ടുള്ള അല്ലെങ്കിൽ സത്യസന്ധമായിട്ടുള്ള ഒരു അന്വേഷണമൊന്നും നടത്താൻ കഴിയില്ല. കോടതിയുടെ ഒരു നിരീക്ഷണം ഉള്ളത് കൊണ്ട് മാത്രം ഇത്രയൊക്കെ കാര്യങ്ങൾ എത്തി. എങ്ങനെയെങ്കിലും അവസാന റിപ്പോർട്ട് അവിടെ കോടതിയിൽ സമർപ്പിച്ചതിന് ശേഷം കോടതിയുടെ ഒരു നിർദ്ദേശത്തോടു കൂടി ഈ കേസന്വേഷണം അവസാനിപ്പിക്കാനും ഇത് ഒരു കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണത്തിൻ്റെ പരിധിയിലേക്ക് മാറ്റപ്പെടാനുമായിരിക്കണം അവർ ആഗ്രഹിക്കുന്നത്. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ പറയുന്ന ശങ്കർദാസ് അറസ്റ്റ് ചെയ്യപ്പെടാത്തത്, കടകംപള്ളി സുരേന്ദ്രൻ അറസ്റ്റ് ചെയ്യപ്പെടാത്തത്, പ്രശാന്തിനെ ചോദ്യം ചെയ്യാൻ പോലും വിളിപ്പിക്കാത്തത് എന്നുള്ള. ഒരു തവണ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചു, അയാൾ പ്രഥമദൃഷ്ട്യാ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയിട്ട് പോലും അയാളെ അറസ്റ്റ് ചെയ്യാൻ പോലും തയ്യാറാകാത്തത്. ഇനി എന്താകുമെന്ന് ഈ പറയുന്നത് പോലെ SITയുടെ അന്തിമ റിപ്പോർട്ട് ഹൈക്കോടതിയിൽ സമർപ്പിക്കുമ്പോൾ ഹൈക്കോടതിയുടെ ഒരു നിലപാടിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയാം.